വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് പരവിദ്യ എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചാണ്. ആദ്യം അപരവിദ്യ നേടി ലൗകിക സുഖ ദുഃഖങ്ങൾ അറിയണം. അതറിയുമ്പോൾ ഈ സുഖം ശാശ്വതമല്ലെന്ന ബോധമുണ്ടാകും. ഈ സുഖം ശരിയായ സുഖമല്ലെന്നും അതുകൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കണം. മനഃശാന്തിയൊട്ടു കിട്ടുകയുമില്ലെന്ന് മാത്രമല്ല, ദുഃഖത്തിന് നാം അടിമപ്പെടുകയും ചെയ്യും. അപ്പോൾ സാക്ഷാൽ സുഖം, മനഃശാന്തി, സമാധാനം ഇവ എവിടെ നിന്ന് കിട്ടുമെന്നും എങ്ങനെ കിട്ടുമെന്നുമുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകും. കാമമാണ് അഥവാ ആഗ്രഹമാണ് നമ്മുടെ മനഃശാന്തി കിട്ടാതിരിക്കാൻ പ്രധാന കാരണം എന്ന്. ആ ആഗ്രഹം മനുഷ്യനെ മറ്റൊരു തലത്തിലേക്കാണ് നയിക്കുക. അതുകൊണ്ട് തന്നെ പതുക്കെ ഈ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് സ്വതവേ വന്നു ചേരുന്ന സുഖഭോഗങ്ങൾ അനുഭവിച്ച് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഭോഗസുഖങ്ങളുടെ പിന്നാലെയുള്ള പാച്ചിൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അത് നീർക്കുമിള പോലെ പെട്ടെന്ന് നശിക്കുന്നു, പൊട്ടിപ്പോകുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഓട്ടം ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ കിട്ടുന്നത് കൊണ്ട് സന്തോഷമായി കൊതിയും മറ്റും കൂടാതെ ജീവിക്കണം. ആഗ്രഹങ്ങൾ മനുഷ്യനെ മറ്റു പല ചിന്തയിലേക്കും എത്തിക്കും. ഈശ്വര ചിന്തയോടെ സദാ കഴിയണം. ഈശ്വരനിൽ മനം അർപ്പിച്ച് ഈശ്വരാർപ്പണമായി എല്ലാ കാര്യവും കർമ്മവും ചെയ്യണം. ഈശ്വര പ്രീത്യർത്ഥം ഫലസിദ്ധിക്ക് വേണ്ടി ഫലാപേക്ഷ കൂടാതെ ചെയ്യാനുള്ള കർമ്മം ചെയ്യണം. അപ്രകാരം ജീവിക്കുമ്പോൾ ഈശ്വരനിൽ ഭക്തിയുണ്ടാകും. ഭക്തിയുണ്ടാകുമ്പോൾ ജ്ഞാനം അഥവാ അറിവ് ലഭിക്കും. ആ അറിവിൽ കൂടി വൈരാഗ്യം ഉടലെടുക്കുകയും. ഇവിടെ പ്രതിപാദിക്കുന്നത് വൈരാഗ്യം എന്നത് കോപത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പദമല്ല, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇവ ഉണ്ടായാൽ യോഗം അഥവാ ധ്യാനം ശീലിച്ച് ഈശ്വരനിൽ തന്നെ മനം വെച്ചു ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ബ്രഹ്മജ്ഞാനമുണ്ടാകും. അതുമൂലം ആത്മാവിനെ അറിയാൻ സാധിക്കും. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ കൂടി ആത്മാരാമനായി കഴിയാൻ സാധിക്കുന്നു. ആത്മാവ് കൊണ്ട് അതറിയാൻ സാധിക്കൂ. അതിന് മനസ്സുണ്ടാകണം. മനസ്സു വിചാരിച്ചാൽ ഇതെല്ലാം സഫലമായിത്തീരുന്നതാണ്. അതായത് ബാഹ്യപ്രവർത്തികളിൽ അലയുന്ന മനസ്സിനെ അന്തർമുഖമാക്കി ഏകാഗ്രത ശീലിച്ച് പാലിച്ച് ധ്യാനയോഗത്തിൽ കൂടി പരവിദ്യ നേടാൻ നമുക്ക് സാധിക്കും. ഏതൊരു മനുഷ്യനും ഏകാഗ്രതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഇത്.